ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. വീഡിയോ എല്ലാവരും തുടർന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ലേഡി ഫിംഗറിൻ്റെ ബണ്ണിൻ്റെ മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ടെൻഷൻ അടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർബോ മെറ്റീരിയൽസ്, എയർ ഓയിൽ, ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെയിലാക്കുന്നത്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 250 ഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 500 രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടാവും എന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 500 രൂപയ്ക്ക് സെയിൽ ചെയ്യാണ്ടാവും. അതിൽ കൂടുതൽ സെയിൽ ചെയ്ത ആളുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ മിനിമമാണ് ഞാൻ പറയുന്നത് 500 രൂപ എന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ വർക്ക് നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകളൊക്കെ ബണ്ണ് കട്ടാക്കി കൊടുക്കാനല്ലേ അറിയുള്ളൂ. പക്ഷേ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടാക്കി സെയിൽ ചെയ്യുന്നതിലും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സെയിലിങ് നടക്കും എന്നതാണ് കേട്ടോ. അപ്പോൾ സെയിലിങ് ഫാസ്റ്റ് ആവാൻ കൂടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ടാക്കി എടുത്തിട്ടുള്ളത്. തൊട്ട് മുമ്പ് നമ്മളൊരു സെൻറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതുകൊണ്ടാണ് നമ്മളതിൻ്റെ കട്ടിങ്സ് കാണിക്കാത്തത്. വേറൊരു ക്ലോത്ത് എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്, വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ, വെറുതെ നമ്മൾ ഒരു സാധനം നഷ്ടപ്പെടുത്തണ്ടല്ലോ, ഉണ്ടായിക്കൊണ്ട് നമ്മളത് വേറെ എടുത്ത് വെട്ടി വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം നമ്മളെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ടൈറ്റാക്കി തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ടൈറ്റാക്കി തന്നെ ചെയ്യാം. വേറെ ഗ്ലൂവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ആഡ് ആക്കുന്നില്ല കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ് നമുക്കതിൽ നടക്കുന്നത്. എന്നതിന് ശേഷം നമ്മളത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെറ്റലിൻ്റെ ഹെയർ ബോയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബോയോ ചൂസ് ചെയ്യുക കേട്ടോ. സാറ്റിൻ്റെ ഹെയർ ബോയ് എടുക്കാത്തതായിരിക്കും നല്ലത്, കാരണം അത് ഓൾറെഡി കവറിങ് ഉള്ളൊരു ഹെയർ ബോയും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി സാറ്റിൻ്റെ ഹെയർ ബോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക. ബൾക്കായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഹെയർ ബോ ഐറ്റംസ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ മേക്ക് ചെയ്തിട്ടുള്ള ഹെയർ ബോയും ഓരോ ഡിസൈനുകൾ നിങ്ങൾ കാണിച്ചു തന്നാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരും. അത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം. ഒരു വീഡിയോസ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ബണ്ണിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാം. ആ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ വെൽവെറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അത് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു വർക്കും കൂടിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വെൽവെറ്റ് ബണ്ണിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളുടെ സെയിലിങ് ഫാസ്റ്റ് ആക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ് വാട്സപ്പിൽ എങ്ങനെ നമ്മൾ വരുമാനം ഉണ്ടാക്കുകയെന്ന്. വാട്സപ്പിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക, പിന്നെ പുതിയ ബിസിനസ് തുടങ്ങിയോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. കാരണം വാട്സപ്പിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്റ്റാറ്റസ് തന്നെയാണ് കേട്ടോ. വാട്സപ്പിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റസിൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടുക. നമ്മൾക്ക് അതുപോലെ റീൽസ് അതിൽ അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റീൽസ് അപ്ലോഡ് ആക്കുക. എന്നിട്ട് നമ്മളുടെ സെയിലിങ് സ്റ്റാർട്ടാക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഫാൾട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു തവണ മാത്രം നിങ്ങൾ മേക്ക് ചെയ്ത ഐറ്റംസ് ഇടും. പിന്നീട് നിങ്ങൾ ആ ഒരു സംഭവം ഇട്ട് തന്നെ ഇടേണ്ടതെന്ന് വിചാരിച്ച് മടിച്ച് നിൽക്കുന്ന ആളുകളാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യം മറ്റുള്ളവരെ കാണാത്ത കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഫോട്ടോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ കാണുന്ന കാഴ്ചക്കാർക്ക് തോന്നാം എന്താ ഇട്ടതന്നെ ഇട്ടുകണമെന്നുള്ളത്. പക്ഷേ ഒരിക്കലും അവർ നമ്മളോട് ചോദിക്കില്ല. ഇനിയിപ്പോൾ ചോദിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളെ ഫോണല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ കണ്ടില്ല എന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് അത് ഞാൻ ഇന്ന് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം വേറെ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ നാളെയും നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആ പോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും സ്റ്റാറ്റസിൽ നിന്ന്.
അപ്പോൾ നാളെയും നിങ്ങളത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ഇടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കണ്ടില്ല എന്ന് വിചാരിച്ച് നാളെ ആളുകളത് കാണാതിരിക്കില്ല. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇത് ആരുണ്ടാക്കുന്നതാണ്, ഇതിനെന്താ റേറ്റ് കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ചോദിക്കാതിരിക്കില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ പല ഡിസൈനുകൾ നിങ്ങൾ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഇടുക. ഒരു ഫോട്ടോ മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ ഈ ഒരു മോഡലുണ്ടല്ലോ, ഇതിൽ 2-3 കളറ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ വെക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിലിങ് നടക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ വർക്കിൻ്റെ ഫിനിഷിങ്ങിനനുസരിച്ചായിരിക്കും നമ്മളുടെ സെയിലിങ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പരമാവധി നിങ്ങൾ ഗ്രൂപ്പുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സെയിലിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഒരുപാട് ആളുകൾ 95% ആളുകൾ നമ്മുടെ കസ്റ്റമറായിട്ടുള്ള ആളുകൾ നല്ല രീതിക്ക് തന്നെ എന്താ പറയുക സെയിൽ ചെയ്യുന്ന വ്യക്തികളാണ് കേട്ടോ. അതിൽ 5% പേർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അത് അവർ ശ്രമിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഒരാളെ എടുത്ത് പറഞ്ഞതെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ബേസിക്കലി ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ത്രെഡ് കട്ടാക്കി എടുത്തിട്ടില്ല. അതിൽ തന്നെയാണ് നമ്മൾ 4 വൈറ്റ് 6 mm ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നതിന് ശേഷം അതിലോട്ട് നമ്മളുടെ ക്രിസ്റ്റൻ്റെ റെഡ് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് മെറ്റീരിയൽസ് വേണമെന്നുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ വർക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ നബിദിനത്തിൻ്റെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ ലാസ്റ്റാണ് കേട്ടോ. ആർക്കെങ്കിലും ഒന്ന് നബിദിനത്തിൻ്റെ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ മദ്രസകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ മക്കൾ പഠിക്കുന്ന മദ്രസയിൽ ഇന്നാണ്. അപ്പോൾ ഇന്ന് 3 മണിക്കാണ് ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും കാണാൻ കഴിയാത്ത ആളുകളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ കൃത്യം എപ്പോഴാണ് ഒരു 3 മണീൻ്റെ ശേഷം നിങ്ങൾക്ക് ആ ഒരു ലൈവ് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ കമൻറ്റ് അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഭാഗം നമ്മൾ അതിലോട്ട് ടച്ച് ചെയ്തിട്ട് വേണം നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 തവണ നമ്മൾ ആ ഒരു എന്താ പറയുക ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് അത് ടൈറ്റായി നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ചാഞ്ഞ് നിൽക്കും കേട്ടോ. താഴോട്ട് ഇങ്ങനെ അതിൽ ജോയിൻ്റ് ആവാതെ നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതേ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 4 ബീഡ്സ് ഇട്ട് കൊടുക്കുക. 4 വൈറ്റ് 6 mm ബീഡാണ് എടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം 5ാമത്തെ ബീഡ്സ് നമ്മളുടെ ക്രിസ്റ്റൻ്റെ റെഡ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ആളുകൾ ഈ വർക്കുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ സെയിലിങ് നടക്കും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോസും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോസിലൊക്കെ പറയാറുള്ളത് മെറ്റീരിയൽസ് കൈ കിട്ടിയ ഉടനെ തന്നെ എല്ലാം കൂടി കട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കട്ടാക്കി കൊടുക്കുന്നതിലും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിലിങ് നടക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു റെഡിലോട്ട് എത്തി താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം വീണ്ടും ആ റെഡിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് നമ്മൾ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ അവിടെ നിന്നോളും. ഓക്കെ, മറ്റേത് അതിങ്ങനെ താഴോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് പോലെ ആയിരിക്കും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും ആ ഒരു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് വീണ്ടും ആ ഒരു വർക്കിൻ്റെ എൻഡിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കേണ്ട ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഫസ്റ്റ് മുതൽ ആ ഒരു ഹെയർ ബോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ചെറിയൊരു ഡിസൈനും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ത്രെഡ് തീർന്നു പോയി. ഇനി നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു കളറില്ല, ബ്ലാക്ക് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം കുഞ്ഞു മക്കൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇത്തിരി ബലത്തോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ത്രെഡിൽ സൂചി കോർത്തിട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും ബെറ്റർ കേട്ടോ. പിന്നെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പരിപാടി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഗ്ലൂ ആയിരിക്കും നല്ലത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഗ്ലോ വെച്ചിട്ടും ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഗ്ലോ വെച്ച് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മക്കൾ അത് ഇളക്കിയെടുക്കുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. അല്ലാത്ത കുഴപ്പമൊന്നും അതിൽ വരുന്നില്ല. രണ്ടും ഒരേ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊരു ചെറിയൊരു ഡിസൈനും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫൈനലിലോട്ട് കിടക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ പോസ്റ്റ് ആക്കി കഴിഞ്ഞ ഉടനെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവർ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മളോട് ചോദിക്കും നിങ്ങൾ പോസ്റ്റ് ആക്കിയോ എന്നുള്ളത്. നിങ്ങൾ വൈകിട്ടാണ് പോസ്റ്റ് ആക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും പോസ്റ്റ് ആക്കാൻ കഴിയില്ല. പിന്നെ ഇന്നാണ് ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന അന്നാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിറ്റേ ദിവസത്തേക്കാണ് പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ചില ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം നിങ്ങളുടെ ഫോണിലോട്ട് മെസ്സേജ് എത്തും. നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് മെസ്സേജ് ആയിട്ട് വരും. ഇൻബോക്സിൽ മെസ്സേജ് വരും. ഒരുപാട് തവണ നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ ഞാൻ പോസ്റ്റ് കാർഡ് വിട്ടു പോയാലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ സാധനം അയച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പുതുതായിട്ട് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അയച്ച് ഉടനെ തന്നെ നിങ്ങളെ കയ്യിലോട്ട് അത് കിട്ടില്ല. 2-3 ദിവസമായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടായാലും പോസ്റ്റ് വഴിക്ക് തന്നെ നിങ്ങൾക്ക് അയക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് വീട്ടമ്മമാരാണ് നമ്മൾ എത്തുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് ഉള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാങ്ങുന്നത്. ചില ആളുകൾക്കുള്ള സംശയമാണ് അവിടെ പോസ്റ്റിംഗ് ചാർജ് കുറവാണോ, നിങ്ങളെ കയ്യിൽ എന്താ ഇത്രയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് അവരയക്കുന്നത് കൊറിയർ വഴിയാണ്, കൊറിയർ സർവീസ് വഴിയാണ്. അത് അവരെ വീട്ടിൽ വന്ന് എടുത്ത് കൊണ്ടുപോയെന്നാണ്. പിന്നെ കൊറിയർ സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ ഏത് ഭാഗത്താണോ കൊറിയർ ഓഫീസ് ഉള്ളത്, ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ ആണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് മലപ്പുറം തിരൂർ ഭാഗമാണ് എൻ്റെ വീട്. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ മലപ്പുറത്ത് ആയിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ കൊറിയർ ഓഫീസ് ഉണ്ടാവുക. പറയുന്നത് മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താനൂർ ഭാഗത്തായിരിക്കും കൊറിയർ ഓഫീസ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ആയിരിക്കും കൊറിയർ ഓഫീസ് ഉണ്ടാവുക. ഞങ്ങൾക്ക് ഈ ഒരു പിന്നെ തിരൂർ ഇത്രയും ഭാഗത്താണ്. തിരൂരല്ല കേട്ടോ എൻ്റെ വീട്, തിരൂർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ തിരൂരല്ല. തിരൂരിൽ നിന്ന് 120 രൂപയുടെ ഓട്ടോയിൽ കയറുക എന്നുണ്ടെങ്കിൽ 120 രൂപ കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയാറുള്ളത് തിരൂർ എന്നാണ്, മലപ്പുറം തിരൂർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്ന് പറയുന്ന കൊറിയർ ഓഫീസ് ഇല്ല. പിന്നെ ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. ഞാനും ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ എനിക്ക് കൊറിയർ ഓഫീസ് കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ അവരിവിടെ വന്ന് പിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പിക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ വീട്ടിലോട്ട് അത് എത്തൂല, മനസ്സിലാക്കണ്ടോ. അപ്പം നിങ്ങൾക്ക് അകലം എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങളത് വാങ്ങിക്കൊണ്ടിരണം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അയക്കും. നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് കിട്ടും എന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഒരുപാട് ഓർഡർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേ വഴി ആണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ കസ്റ്റമറോട് പറയാറുള്ളത്. കാരണം നമുക്ക് ഒരു ദിവസം ജീവിച്ചാൽ പോരാ. ഒരാളെ തട്ടിപ്പിലൂടെ നമുക്ക് ഒരു ദിവസം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് തുടർന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് നിലനിൽക്കുന്ന ഒരു ജീവിതം തന്നെ നമുക്ക് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരാളെയും തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ ഒന്നും നമ്മൾ ഒരു രൂപ പോലും ഒരാളെത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്യുക. ഒരുപാട് ഒരു 10-20 ആളായിട്ട് ഇപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ പറയുമ്പോഴത്തേനും നമ്മളെ വീഡിയോക്ക് ലെങ്ത്ത് കൂടാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇട്ട കട്ടിങ്സ് വീഡിയോ തന്നെ വീണ്ടും ഇതിൽ ആഡ് ആക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പറയുന്നതിനനുസരിച്ച് ലെങ്ത്ത് കൂടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതെ ബൈ.